കരയോ? കര കാണുന്നുണ്ട്. ആരാ? എന്തായിരുന്നു ചേച്ചി? ചേച്ചി ഇച്ചിരി കറികൾ എടുക്കാൻ വേണ്ടി വന്നതാ. ഇന്നലെ വന്നപ്പോ അമ്മ പറഞ്ഞായിരുന്നു കറിയുടെ ബാലൻസ് ഉണ്ടെന്ന്, അതെടുക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ നിൽക്കാൻ ഞാൻ അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാട്ടാ. അങ്ങോട്ട് വെച്ചോ ചേച്ചി. ഇതെന്താ ഈ മേളിലിരിക്കുന്ന ചോറ്? ചോറ് ഇത് സാമ്പാറല്ലേ? ശരി ശരി. അമ്മ ചേച്ചി മോരുകറി ഞാൻ കയ്യിലേക്ക് ഉണ്ടാക്കി. ഓക്കെ ശരി അമ്മ, ഞാൻ പോവാട്ടാ. ചേട്ടനാ ചോറ് കൊടുക്കണം. മോളോട് പറഞ്ഞേരാ പരിചയപ്പെടാൻ പിന്നെ വരാന്ന്. ശരി അമ്മ. മോളായിരുന്നോ ഇത്? ആഹാ, ഇന്നലെ കണ്ടതുപോലെ ഒന്നുമല്ലല്ലോ. ഇത് ആളാകെ പുറത്തു പോയല്ലോ. ഫുള്ള് മേക്കപ്പ് ആർന്നല്ലേ? ഓ, ഇപ്പോഴത്തെ മേക്കപ്പിന്റെ ഒക്കെ ഒരു പവറേ. അല്ലേ മോളെ? നാളെ കുടുംബശ്രീ എവിടെയാന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ശാരദേച്ചി ഇവിടെ ഉണ്ടായിരുന്നാ? ഞാനേ മോളോട് വർത്താനം പറയായിരുന്നു. മേക്കപ്പിന്റെ ഒക്കെ ഒരു പവറേ. ഇന്നലെ എന്ത് കൊടുത്തു നോക്കിയിരുന്ന പറ്റുക? ഇപ്പൊ കണ്ടില്ലേ, കാക്ക പോലെയായി. ഇന്നലെ എല്ലാരും പറഞ്ഞു കറിയുടെ കാര്യത്തെ. ഇന്നലെ പിന്നെ മോളുടെ കൂടെ ഉണ്ടായിരുന്നു, അത് അമ്മാവനാർന്നോ? അല്ലാതെ ആങ്ങളെ പെണ്ണിന്റെ ആങ്ങളെയായിരുന്നല്ലേ? പിന്നെ ഇന്നലത്തെ ഭക്ഷണത്തെ കുറിച്ചാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ദേ കുറ്റം പറയുമായിരുന്നു. ഞാൻ കേട്ടിട്ടാ വന്നേ. എന്നതാ സാമ്പാറിനാണെങ്കിൽ പുളി കൂടി, പായസത്തിനാണെങ്കിൽ എന്തോ ഒരു വളിച്ച ചൊവ്വയായിരുന്നു. നമ്മുടെ ആ രാധാമണിയുടെ മോളുടെ കല്യാണത്തിന് സുധാകരൻ ചേട്ടനല്ലായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ. എന്ത് നല്ല ഭക്ഷണമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഇത് ഒരു മെനയില്ലായിരുന്നു ചേച്ചി. എല്ലാവരും കുറ്റം പറയുക. ഞാൻ ദേ പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ദേ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മോള് ഇവിടെ നിൽക്കണം. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ചേച്ചി? ഇന്നലെ മേക്കപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ആളാകെ മാറിപ്പോയില്ലേ. ഇപ്പോൾ ദേ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലുമില്ല. എന്താ അല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യം, മേക്കപ്പിൻ്റെ ഒക്കെ ഒരു പവറേ. എന്നാ ചെയ്യണേ? എന്നാൽ ശരിയെന്നാ ഞാൻ പോട്ടേട്ടാ, ഇച്ചിരി പണിയുണ്ട്. ഇതാരിത്? അമ്മായിയോ? ഇന്നലെ വരാൻ പറ്റിയില്ലല്ലോ, അത് കാരണം കൊണ്ട് ഞാനിപ്പോ ഉള്ള ബസ് പിടിച്ച് ഞാനിപ്പോ നേരത്തെ വന്നതാ. ഇനി ഉച്ച കഴിഞ്ഞെങ്ങാനും മഴയൊക്കെ ആണെങ്കിൽ പിന്നെ വരാൻ പറ്റൂലല്ലോ, അത് കാരണം നേരത്തെ ഇങ്ങ് പോകുന്നു. മോളെന്ത്? ഇവിടെ ഉണ്ട്. വിളിക്കാം. സ്വർണ്ണമൊക്കെ തിരക്കേടില്ലാതെ ഉണ്ടെന്ന് തോന്നുന്നു. മാല മോളിങ്ങോട്ട് വന്നേ, അമ്മായി ചോദിക്കട്ടെ, നോക്കട്ടെ. 5 ഉണ്ട്, തൂക്കമുണ്ട്. 1 2 3 4 പവൻ കാണുമായിരിക്കും. ഇന്നലെ ഇപ്പൊ എങ്ങനെയാ വന്നേ? മോന്റെ കൊച്ചൊക്കെ ആണെങ്കിൽ ഇവിടെ, അതിനാണെങ്കിൽ പനിയായിരുന്നു, സുഖവും ഇല്ല. അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് 2 ദിവസം ആയുള്ളൂ. ശരിക്കും മാറിയിട്ടില്ല. അതിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ പറ്റുമോ? അവരൊക്കെ ജോലിക്കാരല്ലേ, നമുക്ക് അങ്ങനെ പിള്ളേരെ ഇട്ടിട്ട് അങ്ങനെ വരാനൊന്നും പറ്റൂലല്ലോ. അതാണ് എനിക്ക് പറ്റിപ്പോയത്. എന്നാ ശരി മോളെ, എന്നാ ഞാനേ ഇറങ്ങുക. ഇനി കുറച്ചു നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വണ്ടിയും കിട്ടൂല, മഴയും തുടങ്ങും, ഭയങ്കര പാടാ. അങ്ങോട്ടേക്കൊക്കെ ബസ്സാണെങ്കിൽ ഭയങ്കര കുറവാ. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ആയിക്കോട്ടെ. ശരി. ആരാത്? മോളിവിടെ ഉണ്ടായിരുന്നോ? എല്ലാം മനസ്സിലായോ? ഞാൻ ശാരദയുടെ അമ്മയുടെ അനിയന്റെ ഭാര്യയുടെ വകയിൽ ഒരു അനിയനായിട്ട് വരും. മോളുടെ അടുത്ത അമ്മ. മനസ്സിലായോ? കൊച്ചച്ഛന്റെ
മോന്റെ അമ്മയുടെ അമ്മയുടെ ആങ്ങളയുടെ മോന്റെ കൊച്ചച്ഛന്റെ